ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 4 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളിയും അതുപോലെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ആ സമയം കൊണ്ട് സവാള വഴറ്റി വെച്ചു. സവാള വഴറ്റി വെച്ചിട്ട് നമ്മൾ കറിയുടെ കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 125 ഗ്രാം ബീൻസ് ഉണ്ട്, 125 ഗ്രാം ഫ്ലവർ ഉണ്ട്, 125 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട്, 250 ഗ്രാമോളം നമ്മുടെ കയ്യിൽ ഇതുണ്ട്, 250 ഗ്രാമോളം പനീറുണ്ട്, അതുപോലെ 2 പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ഒരു 4-5 പച്ചമുളക് കീറിയിട്ടതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി വഴറ്റി വെച്ച ഉള്ളി അതിലോട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി മസാലകൾ ആഡ് ചെയ്യുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ബാക്കി ഒരു 8-10 അല്ലി വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഒരു 10-15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ അരി വേവാൻ വെക്കുകയാണ്. ഒരു പാത്രത്തിൽ നമ്മൾ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. 1/2 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളം എടുത്തു. ആക്ച്വലി ഒരു ഗ്ലാസ് അരി എടുത്താൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ശരിക്കും 2 ഇത്തിരി കൂടുതൽ എടുക്കാം, കാരണം നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ബേ ലീവ്സ് ഇട്ടു, 4-5 ഇതിട്ടു, ഏലക്ക ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു ഇട്ടു, ഒരു 4-5 എണ്ണം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ഒരു അരമണിക്കൂറായിട്ട് കഴുകി കുത്തു വെച്ച അരി ചേർത്ത് കൊടുത്തു. ഈ സമയം കൊണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാള കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം. അപ്പോഴ് നമ്മുടെ അരി വെന്തു, അത് നമ്മൾ ഊറ്റി മാറ്റി വെക്കുകയാണ്. ഇതൊരു 70% അത്രേ അരി വേവുന്നുള്ളൂ. ബാക്കി നമ്മൾ ദം കൊടുക്കുമ്പോൾ അതിലാണ് വേവിച്ചെടുക്കുന്നത്. അരിയിൽ ആവശ്യത്തിന് വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകരുത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കറി വെക്കാൻ വേണ്ടി ഉള്ളി വറുത്ത് കോരി എണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അല്പം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നാലും ഒരു ഇത്തിരി ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. മസാലയുടെ മണമൊക്കെ ഒന്ന് മാറി, പച്ച മണമൊക്കെ മാറി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ അത് ചേർക്കുന്നു. പനീർ നമ്മളിപ്പം ചേർക്കുന്നില്ല. ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം, അത് നമ്മൾ 1-1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച അരിയും ഇതും കൂടെ ലെയറായിട്ടിട്ട് അതിൻ്റെ പുറത്ത് പനീറിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ കൂടെ ഇട്ട് നമ്മൾ ഇതിനെ ദം ചെയ്തെടുക്കും. ദം ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വെക്കും. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി കിട്ടും.